നമസ്കാരം. ഗ്ലാഡ്സ്റ്റണിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് അവിടെ ഇരുന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ നല്ല സൂപ്പർ കൂളാണ്, ഇത് ഭയങ്കര പീസ്ഫുൾ ആണ്, ഇവിടെ അങ്ങ് ഇരുന്നാൽ കൊള്ളാം, കുറച്ച് നേരം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വേണേൽ എനിക്ക് ഇവിടെ തന്നെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ച രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്നാമത്തേത് ഗ്ലാഡ്സ്റ്റണിലെ സെമിത്തേരിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവരാരും എന്നോട് ആ കാര്യത്തിൽ തർക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ സ്ഥലം ഗ്ലാഡ്സ്റ്റൺ ലൈബ്രറിയാണ്. അപ്പോൾ ഗ്ലാഡ്സ്റ്റൺ ലൈബ്രറിയുടെ വിശേഷങ്ങളൊന്ന് പോയി നോക്കാം. അണ്ടർഗ്രൗണ്ട് പാർക്കിൽ നിന്ന് ഗ്ലാഡ്സ്റ്റൺ ലൈബ്രറിയുടെ ലിഫ്റ്റിലേക്ക് കയറാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഓപ്പൺ യുവർ ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ ഒരു റാക്കിൽ പുസ്തകങ്ങൾ വെച്ചേക്കുന്ന ഒരു ഇമേജും കൊണ്ടാണ് അത് ആ ലിഫ്റ്റ് തന്നെ ഓപ്പൺ ചെയ്ത് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ലൈബ്രറിക്കുള്ളിൽ നമ്മളെ കാത്തിരിക്കുന്നത് വായനയുടെയും ഇൻഫർമേഷൻസിൻ്റെയും ഒരു മായ ലോകം തന്നെയാണ്. പുസ്തക വായനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡെവലപ്മെൻറ്റൽ സെൻ്ററൊന്നുമല്ല ഈ ലൈബ്രറി. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികൾക്ക് പടങ്ങൾ വരയ്ക്കാനും കളിക്കാനും അവർക്ക് അവരുടെ വളർച്ചയ്ക്ക് ഉതകുന്ന ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആ ഒരു ലൈബ്രറിക്ക് ഉള്ളിലുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് അവരുടെ നോട്ടീസ് ബോർഡിലുണ്ടാവും. അത് എല്ലാ ആഴ്ചയിലും ഫിക്സഡ് ടൈമിൽ തേഴ്സ്ഡേയിൽ സ്റ്റോറി ടൈം ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ, ഫ്രൈഡേയിൽ ടോഡ്ലർ ടൈം, അതുപോലെ ബേബി ടൈം, അങ്ങനെ ഓരോ ദിവസങ്ങളിലുമുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ നോട്ടീസ് ബോർഡിലുണ്ടാവും. ലൈബ്രറിയിൽ നേരിട്ട് എത്താൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഹോം ലൈബ്രറി സർവീസും അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ വാഹനത്തിൽ റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ വന്നിട്ട്, അല്ലെങ്കിൽ വയസ്സും പ്രായമായി റിട്ടയർ ആയിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ വീടുകളിൽ കൊണ്ടുവന്ന പുസ്തകം കൊടുക്കുന്ന സർവീസും ഈ കൂട്ടത്തിൽ തന്നെ അവർ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു മെമ്മോയർ റൈറ്റിംഗ്, ഒരു പുസ്തകം സ്വന്തം ജീവിതത്തിലെ മെമ്മറീസൊക്കെ വെച്ചിട്ട് പുസ്തകം എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ ഒത്തിരി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉള്ള ട്രെയിനിങ് കൊടുക്കുന്നു. തയ്യൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒത്തിരി പരിപാടികൾ ലൈബ്രറി ഓർഗനൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലൈബ്രറിയുടെ റൈറ്റ് സൈഡ് കോർണറിലുള്ള ആ സിറ്റ് ഔട്ടിൽ അവർ ഒരു കമ്മ്യൂണിറ്റി ഗാർഡനും ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെടികളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആളുകൾക്ക് വേണമെങ്കിൽ കൃഷിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അതിനെപ്പറ്റി അതിനെ പരിപാലിക്കാനും അതുപോലെ അതിനെപ്പറ്റി പഠിക്കാനും ഒക്കെയുള്ള ഒരു അവസരം അതിൻ്റെ അകത്തുണ്ട്. ചെറുതായിട്ടൊരു കൃഷിയെ പറ്റിയുള്ളൊരു നോളജും കൊണ്ട് ലൈബ്രറിയുടെ പാർട്ടായിട്ട് തന്നെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അതുപോലെ ബുക്സൊക്കെ എല്ലാ ലൈബ്രറിയിലും എന്ന പോലെ തന്നെ പല റാക്കുകളായി തിരിച്ച് ഫിക്ഷൻ, റൊമാൻസ്, കോമഡി, ഹ്യൂമർ, അങ്ങനെയുള്ള പല സെക്ഷനിലായിട്ട് തന്നെയാണ് പുസ്തകം വെച്ചത്. എനിക്ക് പക്ഷേ അതിൻ്റെ അകത്ത് കൗതുകം തോന്നിയതുണ്ട് ലാർജ് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊണ്ട് എല്ലാ പുസ്തകങ്ങളും ഇച്ചിരി വലുപ്പത്തിലുള്ള പ്രിൻ്റായിട്ടും, അതായത് കുറച്ച് പ്രായം ചെന്നവർക്ക് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വലിയ അക്ഷരത്തിൽ പ്രിൻ്റ് ചെയ്തേക്കുന്ന ബുക്സും, അല്ലാത്ത രീതിയിൽ നോർമൽ പ്രിൻറ്റിലും എല്ലാ സെക്ഷനിലും ഒരു പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. ലാർജ് പ്രിൻ്റ് ഒരു സൈഡിലും അതേപോലെ ജനറൽ നോർമൽ പ്രിൻ്റ് വേറൊരു സെക്ഷനിലുമായിട്ട് എല്ലാ പുസ്തകങ്ങളും അവൈലബിൾ ആണ്. പിന്നെ തീരെ കണ്ണ് കാണാൻ പറ്റത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഓഡിയോ ബുക്സിൻ്റെ ഒരു ശേഖരവും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അതിനൊരു കാർഡുണ്ട്. ആ കാർഡ് ഇട്ട് കഴിഞ്ഞിട്ട് അവർക്ക് ആവശ്യമുള്ള ഓഡിയോ ബുക്ക് അവർക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലൈബ്രറിയുടെ ഒരു 4 ഭാഗങ്ങളിലെങ്കിലും ഇതുപോലെ കമ്പ്യൂട്ടർ വെച്ചിട്ട് ചെയറും കൊടുത്തിട്ടുണ്ട്. അവരവർക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഏകദേശം ഒരു 4 സെക്ഷനായിട്ട് കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ടുണ്ട്. ഒരു 4 സെക്ഷനിലും ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 4 കമ്പ്യൂട്ടർ വീതം, അങ്ങനെ ഒരു 10-16 കമ്പ്യൂട്ടേഴ്സ് എനി ടൈം ആളുകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആണ്.
പിന്നെ ഇവിടെ ഇംഗ്ലീഷിൽ മാത്രമല്ല ബുക്സ് ഉള്ളത്. അറബിക്, ഹിന്ദി, തമിഴ് അങ്ങനെ പല പല ലാംഗ്വേജുകളിൽ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. ആ സെക്ഷനിൽ ഇതുപോലെ മറ്റ് പല ലാംഗ്വേജുകൾ ആവശ്യമുള്ളവർക്ക് ഉണ്ട്. ഹിന്ദി ഇരിക്കുന്നു. അതുപോലെ തമിഴ് ബുക്സ് ഉണ്ട്. വളരെ ചെറിയൊരു സെക്ഷനാണ്. എല്ലാ കമ്മ്യൂണിറ്റി ലാംഗ്വേജസും കൂടെ അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന അത്രയും ഉൾപ്പെടുത്തിയിട്ട്. മലയാളം ഇല്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലൈബ്രറിയിലെ പ്രിൻ്റർ ഉപയോഗിച്ച് വളരെ തുച്ഛമായിട്ട് പേപ്പർ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്കൂൾ അസൈൻമെൻറ്റ്സിനൊക്കെ ഫ്രീ ആണ് കുട്ടികൾക്ക് പ്രിൻറ്റിങ്. ആധുനിക കാലത്തെ നമ്മുടെ വായനാശീലവും അതിനുണ്ടായിരുന്ന സമയവും മൊബൈലും ടി വിയും ഒക്കെ തട്ടിയെടുത്തുവെങ്കിലും ഒരു നാടിൻ്റെ ഐശ്വര്യമായ ഒരു സാംസ്കാരിക തലസ്ഥാനം പോലെ പ്രവർത്തിച്ചിരുന്ന ലൈബ്രറികൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു എന്നുള്ള സത്യം നമ്മൾ വിസ്മരിക്കുന്നു. വായനാശീലത്തിൻ്റെ മായിക ലോകത്തിലേക്ക്, പച്ചയായ പുസ്തകത്താളുകളിലേക്ക് ഒരു മടങ്ങിപ്പോക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ.